എൻ്റെ പേര് ഫാദർ മാത്യു പുന്നത്താൻ തൂന്നൽ എന്നാണ്. ഷാജിയച്ചൻ എന്നാണ് അറിയപ്പെടുക. ഞാൻ കഴിഞ്ഞ 21 വർഷമായിട്ട് പാലാ അൽഫോൻസ കോളേജിൽ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ 25 മാസമായി ഇവിടുത്തെ പ്രിൻസിപ്പളായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഞാൻ കുടയത്തിരുപ്പള്ളി ഇരുന്നപ്പോൾ തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ രോഗിയെ കാണാനായിട്ട് പോയത്. അപ്പം ലോഹിട്ടാണ് പ്രാർത്ഥിക്കാൻ പോയതാണ്. ബസ്സേ കയറി സീറ്റ് കിട്ടിയില്ല. സീറ്റ് കിട്ടാതെ വന്നപ്പം ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് നടുക്കൊരു സീറ്റ് ഇരിക്കുന്നതായിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ പോയിരുന്നു. അദ്ദേഹം കോളപ്പറ നിവാസിയാണ്, ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഞാൻ അവിടെ ഇരുന്നു. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും മുഴുത്ത കുരുക്കൾ പോലെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യം എനിക്ക് ഏറ്റുപോകണമെന്നൊക്കെ തോന്നി. പക്ഷെ ഞാൻ അവിടെ ഇരുന്നിട്ട് സംസാരിച്ച് എല്ലാം ദൈവം ഒരുക്കിയ ഒരു സമയമാണ്. പുള്ളിക്ക് വലിയൊരു അനുഭവമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് പലരും വന്നിരുന്നു, എല്ലാവരും ഏറ്റുപോയി. അപ്പൊ അദ്ദേഹം നല്ല നിരാശനായിരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നു. എന്തോ നിയോഗം പോലെ അദ്ദേഹത്തിന്റെ എൻ്റെ കൈ വന്നു. ഞാൻ കൈവച്ചാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. സെന്റ് മേരീസിൽ ഇറങ്ങാറാകുന്ന സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാച്ചോ, എനിക്ക് ഇച്ചിരി കാര്യം പറയാനുണ്ട്, നമുക്ക് അടുത്തൊരു റെസ്റ്റോറൻറ്റ് കയറി നമുക്കൊന്ന് സംസാരിക്കാം. തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ കയറി. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ എൻ്റെ നശിച്ച ഒരു ജന്മമാണ്, ഒത്തിരി ബുദ്ധിമുട്ടാണ്, എല്ലാവരും എന്നെ കാണും, ബോഡി കളിക്കുകയാണ്, കുടുംബത്തിൽ പോലും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പുള്ളിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായി. പുള്ളി പറഞ്ഞു, എന്നാലും അച്ഛൻ എന്നെ തൊട്ടല്ലോ, അച്ഛൻ എന്നെ കണ്ടല്ലോ, എൻ്റെ കൂടെ ഇരുന്നല്ലോ, എന്നോട് കൂടെ ചായ കുടിച്ചല്ലോ, അതെൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാണ്. ഞങ്ങൾ അവിടെ വെച്ച് പിരിഞ്ഞു. പക്ഷേ ഈയിടെ ഞാൻ മനസ്സിലാക്കി, പിന്നീട് അദ്ദേഹം ഒരു ദൈവനിയോഗം പോലെ ജീവിച്ചെന്നും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട അദ്ദേഹം ദൈവത്തെ അറിഞ്ഞാണ് മരിച്ചതെന്നും അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഒരു വ്യക്തി എന്നോട് പങ്കുവച്ചു. ഒരിക്കലും കേരള കൗമുദിയിൽ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ കണ്ടത് ഓർക്കുന്നു. ഇത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു അത്രയും. അപ്പൊ അദ്ദേഹം ഒരു പക്ഷേ എനിക്കത് വലിയ സന്തോഷമായി. അപ്പൊ ഞാൻ ഇതിലെ ഓർത്ത കാര്യം, അന്നെൻ്റെ മനസ്സിൽ ഒരു ഓടിയെത്തിയ ചിന്ത ഇതാണ്: ഞാൻ ആ മനുഷ്യനാകാമായിരുന്നു, നമ്മൾ ആ മനുഷ്യനാകാമായിരുന്നു, പക്ഷെ ദൈവം നമ്മളെ ആ മനുഷ്യനാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അത് ഒരുപക്ഷെ എൻ്റെ ആ സാന്നിധ്യം ആയിരിക്കാം പിന്നീട് ഒരു ദൈവനിയോഗം പോലെ അദ്ദേഹത്തെ ക്രിസ്തുവിനെ അറിയാനും നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം, മാനസാന്തരപ്പെടണം. ഇപ്പൊ ഇതെൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു. അതുകൊണ്ട് കൂടുതൽ ലഭിച്ച എനിക്ക് അസുഖം ഒരു ഭാഗ്യമാണ്. അതുപോലെ കോളേജിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കാണ്. പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ എന്ന നിലയിൽ 2 വർഷം കഴിഞ്ഞു. 2 നോമ്പുകൾ കടന്നുപോയി. ഈ ദിവസങ്ങളിലെല്ലാം 50 ദിവസവും 2 വർഷവും ധ്യാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി കണക്കാക്കി. കോളേജിന്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ അതിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇങ്ങനെയുള്ള അതൊരു സഹനം കൂടെ ചേർത്ത വ്യക്തി, വർഷങ്ങളായിട്ട് ക്യാൻസറുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി വചനം പങ്കുവയ്ക്കുമ്പോൾ അതിന് ഒരു ദൈവികമായിട്ടുള്ള ഒരു ടച്ചുണ്ട്. എൻ്റെ കഴിവല്ല, എൻ്റെ മേന്മയല്ല, എൻ്റെ മിടുക്കല്ല, അത് ദൈവം എന്നെ ഉപയോഗിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ആര് വിളിച്ചാലും എത്ര ദൂരെയാണെങ്കിലും ധ്യാനിപ്പിക്കുക, വചനം പങ്കുവയ്ക്കുക. അപ്പൊ ദൈവം എന്നെ പ്രത്യേകമായി നയിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എൻ്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്താണ്. നമുക്ക് ഇവിടുത്തെ കോളേജിൽ നല്ല തിരക്കുണ്ടാകും ചില ദിവസങ്ങളിൽ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒറ്റ ചിന്തയാണ് എനിക്ക്, കോളേജിലെ വർക്ക് ഞാൻ 4:30-5 തീർക്കും, അതിനുശേഷം ധ്യാനിപ്പിക്കാൻ പോകണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അവിടെ പോയി അപ്പോൾ അതങ്ങനെ വളരെ സന്തോഷത്തോടെ ചെയ്യുന്നു. 30 വർഷമായി വൈദികനായിട്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ 30 വർഷത്തിൽ 2 വർഷം ഒഴിച്ച് ഞാൻ ഇതിലും പള്ളികളിലും സേവനം അനുഷ്ഠിച്ചിരുന്നു. മുമ്പ് ചിറ്റാർ എന്നൊരു പള്ളിയിലായിരുന്നു. പള്ളിയിൽ 10 വർഷം ഇരുന്നു. 10 വർഷം അവിടെ എനിക്ക് സന്തോഷം തോന്നിയത് അവിടെ മനോഹരമായൊരു പള്ളി പണിയാൻ. 250 വീട്ടുകാരേ ഉള്ളൂ. പക്ഷേ അത് വളരെ ഭംഗിയായിട്ടും അതും ഒത്തിരി പ്രാർത്ഥിച്ചാണ്. ആ പള്ളിയിൽ ഇരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കോവിഡ് കാലഘട്ടത്തിൽ 12 വാർഡുണ്ട്. ആൾക്കാരുടെ ആവശ്യമനുസരിച്ച് ഞാൻ 12 കുർബാന ചൊല്ലി എന്നുള്ളതും അത് വലിയൊരു അനുഭവമാണ്. 12 കുർബാന ദിവസം ചൊല്ലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഒരിക്കലും രാത്രിയിൽ ഒരു 12 മണിയായപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു ഫാമിലി, 3 പേരും ഉള്ള ഒരു ഫാമിലി, പക്ഷെ ഞങ്ങൾക്ക് ഒരു കുർബാന ചൊല്ലിത്തരാം. ഞാൻ രാത്രി 12 മണിക്ക് അവർക്ക് കുർബാന ചൊല്ലി കൊടുത്തു. അത് വലിയൊരു അനുഭവമായി. അവർക്കാണെങ്കിൽ കുർബാന ദാഹിച്ച് മോഹിച്ച് നിന്ന വ്യക്തികൾക്ക് 97 എനിക്ക് വലിയൊരു അപകടം ഉണ്ടായി. ഞാൻ പെരിങ്ങളം എന്ന പള്ളിയിൽ അസെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കപ്പിയാർക്ക് വീട് പണിയാൻ വേണ്ടിയിട്ട് സിമെന്റ് യാഗം വന്നു. സിമെന്റ് യാഗമായിട്ട് ഞാൻ വീണു. പിന്നെ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ വലിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും. ഡോക്ടർ ബി ഇക്ബാൽ എന്ന് പറയുന്ന ന്യൂറോ സർജൻ, വളരെ ഫേമസ്, അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഒരു പക്ഷേ ഓപ്പറേഷൻ ചെയ്താൽ അച്ഛന് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനിങ്ങനെ ബുദ്ധിമുട്ടി കിടക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് വന്നു പറഞ്ഞു,
അന്ന് എനിക്ക് പ്രത്യേകമായിട്ട് ഞാൻ ചേർത്ത് വെച്ച വചനമാണ് അത്. എബ്രായർ 4:12. ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാണ്, ഇരുതല മാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, മജ്ജയിലും മാംസത്തിൽ തുളച്ചു കയറി മാറ്റങ്ങൾ വരുത്താൻ പര്യാപ്തമാണ്. അതുകൊണ്ട് അതെന്നെ സ്വാധീനിച്ചു. ഞാൻ അങ്ങനെ എനിക്ക് തോന്നി വചനം എന്നെ സുഖപ്പെടുത്തും. അപ്പോൾ ഞാൻ 1 വർഷത്തോളം ആശുപത്രി കിടന്നു. 6 മാസം മെഡിക്കൽ കോളേജിൽ, 6 മാസം മുട്ടിയറ പള്ളിയിലായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ ഓർത്തു, അങ്ങനെ ഞാൻ തുടർച്ചയായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. എനിക്ക് ഏകത്തില്ല, കംപ്ലീറ്റ് കിടപ്പാണ്. അപ്പോൾ 83 പ്രാവശ്യം തുടർച്ചയായി ബൈബിൾ വായിച്ചു. അത് ജീവിതത്തിലെ ഭാഗ്യമാണ്. ആ വീഴ്ച എന്നെ പലപ്പോഴും ഓർക്കാറുണ്ട്. അതൊരു കൃപയായി. അപ്പം കൂടുതൽ ബൈബിൾ പഠിക്കാനും ബൈബിൾ പ്രഘോഷിക്കാനുമുള്ള ശക്തി അപ്പോഴാണ് എനിക്ക് ലഭിച്ചത്. പ്രത്യേകിച്ച് പാലാരൂപതയിലെ എല്ലാ പള്ളികളിലും 2 പ്രാവശ്യങ്ങൾ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. കോതമംഗലം, കോട്ടയം, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ രൂപതകളിൽ മിക്കവാറും പള്ളികളിൽ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്നേഹം, പ്രത്യേകിച്ച് ഇന്ന് മനുഷ്യൻ വേദന വരുമ്പോൾ, സഹനം വരുമ്പോൾ തകരും. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ചിന്ത ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷം 12:48 അതിങ്ങനെയാണ്: കൂടുതൽ തന്നവരോട് ദൈവം കൂടുതൽ ചോദിക്കും. എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്, ക്രിസ്തുവിനെ തെരുവുകളിൽ പ്രസംഗിക്കണം. അപ്പൊ സ്ട്രീറ്റ് ഗോസ്പൽ മിനിസ്റ്ററി എന്നെൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്. കാരണം ഞാൻ ഈ തിരുനാളുകൾക്ക് കുരിശുപള്ളികളിലൊക്കെ കവല പ്രസംഗത്തിൽ പറഞ്ഞു, മറ്റു മതത്തിൽപ്പെട്ടവർ അത് കേൾക്കുകയും ഒത്തിരി പേര് എൻ്റെ അടുത്ത് വരികയും ബൈബിൾ ചോദിക്കുകയും ക്രിസ്തുവിനെ പറ്റി ചോദിക്കുക. അപ്പൊ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നു, അപ്പൊ ഏറ്റവും നമ്മൾ പള്ളി പ്രസംഗിക്കുന്നതോടൊപ്പം അല്ല, അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവർ ക്രിസ്തുവിനെ. അപ്പോൾ ഞാൻ ഈ കുരിശുപള്ളി പ്രസംഗത്തിലൊക്കെ ക്രിസ്തു ബേസ് ബൈബിൾ ബേസിസിൽ നമുക്ക് മോറൽ കാര്യങ്ങളാണ് പറയുന്നത്. അത് ഒത്തിരി പേർക്ക്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ക്രിസ്തുവിനെ പങ്കുവയ്ക്കുക.